എങ്ങനെയുണ്ട് കുഞ്ഞാഞ്ഞേ? മമ്മി കൊച്ചുനാളിൽ ഇവിടെ ആയിരുന്നു കളിക്കാനും കുളിക്കാനും. ഞങ്ങളുടെ കുട്ടിക്കാലം ഇവിടെയാണ്. വെക്കേഷൻ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വരും. വന്നിട്ട് ഞങ്ങളിവിടെ നല്ല കുളമായിരുന്നേ, നല്ല തെളിവെള്ളമായിരുന്നേ, നല്ല തെളിവെള്ളമായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ മൊത്തം എന്താണ്ട് ഇങ്ങനെ കാട് പിടിച്ച് പായൽ പിടിച്ച് നശിച്ചു. ആരുമില്ല ഞങ്ങളുടെ ഇവിടുത്തെ എങ്ങും, ആരും എങ്ങും ഇല്ല. ഞങ്ങൾ എല്ലാവരും പോയി. പക്ഷേ വെള്ളം ഉണ്ടായത് സൂപ്പറായിരുന്നു. നല്ല ആഴമുള്ളതാണ് കേട്ടോ, നല്ല ആഴമുള്ള കുഴിയാണ്. ഇല്ല ഞങ്ങളിവിടെ അങ്ങനെ നടുക്കോട്ടിറങ്ങി കൊണ്ടിറങ്ങാൻ ഒക്കത്തില്ലായിരുന്നു. സൈഡിലൊക്കെ ഇന്ന് ഇവിടെ നനയ്ക്കാനുള്ള എറ്റുകളൊക്കെ വെച്ചിട്ട് എല്ലാവരും എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും കേട്ടോ. അതിൻ്റെയൊക്കെ എന്തെങ്കിലും മുള്ളംപന്നി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങുമെന്ന് തോന്നും. ഇപ്പോൾ ഇവിടെ അധികം മനുഷ്യവാസം ഇല്ലല്ലോ. ബാ എൻ്റെ മമ്മിയുടെ കുടുംബ വീടായിരുന്നു അത്. എല്ലാം കാണുന്ന കണ്ടോ. അപ്പോൾ അവിടെ ആരും ഇല്ല, കാണാം. ഓഷിയിട്ടിട്ട് ഇപ്പോൾ അതെല്ലാം പുതുക്കിയതാക്കിയതാണ്, അങ്ങോട്ട് പോയില്ല. ഇത് പാപ്പൻ്റെ മമ്മിയുടെ പപ്പയുടെ അനിയൻ്റെ മോൻ വെക്കുന്ന വീടാണ്. അത് തിരിച്ചിങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങൾ കാണാൻ ഇന്നിവിടെ വാർപ്പായിരുന്നു. ഇപ്പോൾ കുഞ്ഞാഞ്ഞ് താഴെ കിടന്നേനെ, അടുത്ത് വാർപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണാനായിട്ട് കുഞ്ഞായിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുഞ്ഞ പറയുന്നത് മമ്മി ലക്കിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇത്ര വലിയ കണ്ടോ ഗായ്സ്, ഞങ്ങളുടെ പറങ്ങാവൊക്കെ കണ്ടോ. ഇതൊക്കെ ഇപ്പോഴും ഒരു പറങ്ങാമ്പഴം ആർക്കും എല്ലാവർക്കും നഷ്ടപ്പെട്ട ബാല്യങ്ങളാണ് ഇതൊക്കെ കണ്ടോ. പണ്ട് നമ്മളെല്ലാവരും എന്തായിരുന്നു ഇങ്ങനെ പറങ്ങാവനകത്ത് കയറി പറങ്ങാമ്പഴം പറിച്ച് കഴിച്ച് നടന്നൊരു കാലമുണ്ട്. അയ്യോ ഇതിന് മുള്ള് ഭയങ്കരമാണേ, തുടലിയാണെന്ന് തോന്നേ. ഞങ്ങൾ പണ്ട് ആടിനൊക്കെ മലമേപ്പാറുണ്ടോ, ഇതാണ് മലമേപ്പാറ്. ഞങ്ങൾക്കിവിടെ അടുത്താണ്, ഏറ്റവും അടുത്തായിരുന്നു. അന്നൊന്നും ഇത്ര ഇതില്ല, വികസനമില്ല, നമ്മളറിയത്ത് പോലുമില്ല, പോകത്തുമില്ല. ഇപ്പോൾ കണ്ടോ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, നല്ല ആൾക്കാരുണ്ട്. വെക്കേഷനൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്. ഓ കുഞ്ഞാനെ അത് പറിച്ചു ഗൈസ്. ഓക്കെ ബൈ, സീ യു.